ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ടെൻഷൻ അവസാനിച്ചു. പരീക്ഷ സ്മൂത്തായിട്ടും കഴിഞ്ഞു. നല്ലപോലെ പഠിച്ചവർക്ക് പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് NCERT പഠിച്ചോളൂ, അതിന് പുറത്തുനിന്ന് ഒന്നും വരില്ല. തീർച്ചയായും NCERT ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ മാത്രം സിമ്പിളായിരുന്നു. NCERT ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് NCERTലെ പല സെൻറ്റൻസുകളും പല ടേബിളുകളും അതേപടി തന്നെ, പ്രത്യേകിച്ചും ബയോളജിയിലും കെമിസ്ട്രിയിലുമൊക്കെ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7 മണിയായപ്പോൾ E2 വെർഷൻ്റെ കീ ഇട്ട് കഴിഞ്ഞു. ഒപ്പം നമ്മൾ അതിൻ്റെ 4 സബ്ജക്റ്റിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയുടെ ഡിസ്കഷൻ ക്ലാസ്, ഇപ്പോൾ ഡിസ്കഷൻ ഞങ്ങൾ ഉടൻ തന്നെ വിതിൻ 1 hour നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരികയാണ്. സംശയമുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കുക. കുട്ടികളോട് പറയാനുള്ളത്, ഇന്ന് നോക്കി കീയൊക്കെ നോക്കി നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എവിടെ കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് പെൻഡിങ് വെക്കാം. നമുക്ക് എല്ലാവരുടെയും മാർക്കുകൾ അറിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു പ്രഡിക്ഷൻസ് നടക്കുകയുള്ളൂ. അത് ഞങ്ങൾ നാളെ മുതൽ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ 2-3 സെഷനുകളായിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്നും എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചൊരു ശരിക്കുള്ള ഒരു ഡീറ്റെയിൽഡായ ഒരു ഡിസ്കഷൻ നാളെ മുതൽ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതും നിങ്ങൾ കാണുക. അപ്പോൾ ഇത്രയും 15-16 മാസത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച നിങ്ങൾക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. നല്ല റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങുക. അതുപോലെ സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ആകാം. പിന്നെ അയക്കർ എഴുതുന്ന ആൾക്കാർ അടുത്ത പരീക്ഷ വരുന്നുണ്ട്, 16, 17, 20 വരുന്നുണ്ട്. അത് ഒരു വർഷത്തെ നടക്കട്ടെ. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ശരിക്കും റിലാക്സ്ഡ് ആയിട്ട് കിടന്നുറങ്ങുക. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും കാലം എക്സ്റ്റെൻഡ് ചെയ്ത് പോയെങ്കിലും അതിന് എല്ലാം പരീക്ഷ നടത്താനും ക്ലാസ്സുകൾ എടുക്കാനും എക്സാം നടത്താനും എല്ലാം നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഭയങ്കരമായിട്ട് ഉത്സാഹിച്ചു. പ്രത്യേകിച്ച് ഇന്ന് കീയൊക്കെ ഉണ്ടാക്കാൻ 5 മണിക്ക് എക്സാം നടന്നെങ്കിൽ 7 മണി ആയപ്പോഴത്തേക്കും ഫുള്ളായിട്ട് കീ ഇടാൻ നമുക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെയും നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. താങ്ക് യു. Let me consider the chemistry part of the question paper. See here, which of the following will give you the carbylamine test? Carbylamine test is given by the primary amine. Only one amine here is primary one, that is first option. So that is aniline. What about the next question? Here, an alkene on ozonolysis gives methanol. Simple one. So that on ozonolysis gives methanol means there should be double bond CH2 group. So that then only on ozonolysis you can get one product as methanol. What about this question? We want to find out the correct option. Syngas. This one is syngas. A go to 3. You see A 3 here. Then temporary hardness. Temporary hardness can be due to bicarbonates of calcium and magnesium. So B1, A3, B1. There is no other options. So the correct one is the first one. What about question number 4? The freezing point depression constant is given. What do you want to find out? You want to find out the freezing point. See, delta TF is equal to what? I KF into M. But what is I? They say it is non-electrolyte. So I is 1. So delta TF is equal to KF into M. What about KF? 5.12. What about the molality? 0.078. All the data are directly given. So no doubt on multiplying you will get nearly 0.4. Clear? What about question number 5? On electrolysis, you are electrolyzing what? Dilute sulfuric acid. You know that oxygen gas is evolved at anode and hydrogen obtained at cathode. So the question asked here is, which one is obtained at anode? No doubt it is oxygen gas. In question number 6, what do you want to find out? You want to identify the reaction sequence. You know this is chlorinated. You know that may be benzyl chloride, benzyl chloride or benzo trichloride. But hydrolysis product should be what? Benzaldehyde. So there should be what? Benzyl chloride. 2 chlorine should be there. So that if further chlorination resulted benzo trichloride, that on hydrolysis leads to benzoic acid. But the product here is benzaldehyde. So no doubt the correct option should be this one, third one here, benzyl chloride. What about question number 7? Which one of the following has maximum number of atoms? Maximum number of atoms, fortunately all are taken with 1 gram, isn't it? So the number of moles
no doubt it inversely proportional to its own atomic mass, because W found to be the same. Among them, which one possesses the lowest atomic mass? Lithium. That's also given here. So correct answer here is the fourth option. In question number 8, identify the correct statement from the following. Wrought iron is impure form. No doubt it is wrong. Why? You know the purest form of iron is wrought iron. And clearly the correct option is what? Pig iron can be molded into a variety of shapes is a textbook sentence. And all other, you know what are the problems associated with other options? Here instead of SO2 they give us carbon dioxide. You know that nickel, no doubt it is vapor phase refining, but it is Mond process tetracarbonyl nickel 0, isn't it? What about here? A tertiary butyl carbocation. A tertiary butyl carbocation can be stabilized by plus I effect and hyperconjugative effect. Only one is mentioned here, and mainly it is stabilized by, no doubt it is hyperconjugation. That's what the correct option is, the fourth one. In question number 10, urea reacts with water to form A, which will decompose to form B. You know that NH2CO NH2, that one leading the formation of ammonia gas. Ultimately you are going to get a blue solution of what? Tetraamine copper 2, isn't it? So correct option can be the second option. What about question number 11? A mixture of N2 and argon gases in a cylinder contain 7 gram nitrogen and 8 gram argon. Total pressure is given as what? 27 bar. What do you want to find out? Partial pressure of nitrogen. How will you find out partial pressure? Partial pressure is equal to total pressure into mole fraction. What is total pressure given? Total pressure is given as 27 bar. And the mole fraction of nitrogen. What about mole fraction of nitrogen? 7 gram nitrogen, that is 7 by 28 divided by 7 by 28 plus, what about the argon? Argon given is 8 gram, that is 8 by 40. So you can see that 1 by 4, 1 by 4 by 1 by 4 plus 1 by 5 into 27. So 4 5s are 20, 20 is taken as LCM. So you will get what? You will get to 3, you can get 3, 9, 3s are 27. So it should be 15 bar. Am I right? So correct option will be option 3. Now let me consider question number 12. An element has BCC structure with a cell edge of 288 picometer. The atomic radius is needed. You know that for a BCC structure, A root 3 equal to 4R, isn't it? What do you want to find out? You want to find out the atomic radius. So atomic radius is equal to A root 3 by 4. So A root 3 by 4 is given here. So the correct option can be the first one here. Now let me go to the next question. See, in question number 13, the rate constant for the first order reaction is given. What you want to find out is the time required to convert 2 gram to 0.2 gram. You know that 2.303 log R0 by R. R0 by R is 10. How do you got it? R0 is 2 and R is 0.2. 2 by 0.2 means 10 is equal to K into T. What is the T? That is to be determined. What is K? What a beautiful data. That also it's a double of 2.303, isn't it? So you can say 2.303 into log 10 is 1 by K. K is 4.606 into 10 to the power of minus 3. That means 1000 by 2. 1000 by 2 means 500 seconds. So the correct option is third one. What about question number 14? Reaction between acetophenone and methyl magnesium chloride. You are treating acetone with methyl magnesium chloride. Methyl magnesium chloride means what? Grignard reagent. Acetone is treated with methyl magnesium chloride. You know, Grignard reagent is a powerful carbanion center that will go and attack there, and you will get OMgCl. That on hydrolysis will leads to what? Tertiary butyl alcohol. Now, what about question number 15? Which of the following set of molecules will have zero dipole moment? Zero dipole moment is possessed by, no doubt, apparently you can omit this one. Ammonia possessed higher dipole moment, you know. And what about here? HF. HF possessed dipole moment. You can apparently omit this also. So clearly, boron trifluoride possesses zero dipole moment due to its symmetry. Beryllium fluoride also possesses zero dipole moment. Carbon dioxide. These are all very familiar, simple data are given, isn't it? So
correct option here is fourth one. What about question number 16? You want to find out the change in the oxidation state of carbon. You know that hydrogen is lesser electronegative compared to carbon. So, in CH4, carbon will get -4. And what about CCl4? Chlorine is more electronegative than carbon. So, each bond is contributed to +1 for carbon. So, totally become it +4. So, change is from -4 to +4. You can take 3 as the correct option. Here, question number 17. What do you want to find out? Oxide CO. CO is neutral. So, A go to 2. Fortunately, there is one option having A2. Let me check. Barium oxide is basic. Alumina is amphoteric. Cl2O7 is strongly acidic. So, no doubt the correct option goes to what? A2. A2 goes to where? A2 goes here only. A2. Clear now? So, the correct option in this version is 2. Now, see question number 18. Which of the following is not correct about carbon monoxide? You know that carbon monoxide form carboxyhemoglobin is correct. We want to select the incorrect. It reduces oxygen carrying ability. No doubt. You know carbon monoxide when inhaled it will give rise to carboxyhemoglobin. Oxygen transportation is minimized. The carboxyhemoglobin is less stable than, this is wrong. You know carboxyhemoglobin is more stable, that is why oxygen transportation get blocked. So, this is an incorrect statement, that is our answer. What about question number 19? Measuring zeta potential. Zeta potential, all of you know that electrodynamic potential, that is gives a stability, idea of stability of colloidal particle, or electrical charge is responsible for stability of lyophobic colloidal system, you know. What about the question number 20 here? Which of the following is correct order increasing field strength? All of you know the spectrochemical series where cyanide is the strongest among the 4 options. Among them, you know, cyanide, oxalate, please don't forget fluoride is stronger than thiocyanate. So, correct option is the first option. Now, let me consider question number 21. See, what do you want to find out? Elimination of 2-bromopentane. Isn't it? 2-bromopentane when eliminated, that elimination is what? Beta elimination, that all of you know. And again, what are the other options given? They say the product is pent-2-ene. That means what? The product obey Zaitsev rule, isn't it? The Zaitsev product is obtained. So, clearly A is correct, B is correct. What is this process? It involves dehydrohalogenation. So, that part also correct. Is it dehydration? Dehydration means removal of water. Here removal of hydrogen halide occur. So, what is the answer? A, B, C. A, B, C goes to this option. What about question number 22? The correct option, free expansion of an ideal gas. You know that ideal gas possesses no intermolecular force of attraction. Free expansion means what? It do no work, isn't it? Adiabatic means what? Q equal to 0. The process is adiabatic means Q equal to 0. And no temperature change. So, delta T is 0. Work done is also 0. Why? There is no external pressure. So, Q equal to 0, delta T 0, W is equal to 0. Now, let me go to question number 23. Identify the incorrect statement. Cr2 plus is stronger reducing agent, no doubt. Chromium has a very strong tendency to get Cr3 plus, isn't it? So, clearly the first one is correct. What you want to identify is incorrect statement. The transition metals and their compounds are, you know, they are dealing with the catalytic behavior, textbook sentence, that also correct statement. Interstitial compounds, this is the definition of interstitial compound given in your textbook, that also correct. Oxidation state of chromium, here it is +6. In dichromate, it's also +6. They are not the same, they are same. What do you want to identify? Incorrect statement. So, incorrect statement is the fourth one. What about question number 24 here? Identify the incorrect match. You know that, what about the first one? Nil anium. What about it? That will be, no doubt, it is Mendelevium 101, all of you know. Nil trium 103, that also correctly given. Nil hexium. What about that also seaborgium, correct? What about nil anium, that is 111, that is rhongenium, isn't it? So, this one is
Incorrect. T4. This one is incorrect one. Clear now? What about question number 25? Reaction between benzaldehyde and acetophenone. You are treating benzaldehyde with what? Benzaldehyde is treated with acetophenone. Acetophenone contain alpha hydrogen, you know. You are treating it with dilute alkali. So, no doubt you are considering what? Aldol condensation. Which aldol? Crossed aldol. So, which is correct answer? Correct option is the fourth one. What about question number 26? Which of the following oxo acids of sulfur has OO linkage? You know, peroxo disulfuric acid has, the term itself is peroxo, isn't it? Therefore, there is OO linkage. Correct option goes to 3. All the structures are very familiar to us. Now, let me go to question number 27. HCl was passed through a solution of CaCl2, MgCl2 and NaCl. You know that this is a method of purifying sodium chloride. Pure sodium chloride can be obtained. You can remove the impure calcium chloride and MgCl2, that all of you know. Here, as a result, you can precipitate specifically sodium chloride. This is the same sentence given in your textbook. Anisole. What about anisole? Methoxybenzene. When methoxybenzene is treated with what? Hydrogen iodide. Can you break this bond? No. There is actually double bond character. So, you will get phenol and methyl iodide. Phenol and methyl iodide. The correct option is the first one. Now, what about question number 29? You want to identify the correct statement from the following. CO2 gas is used as a refrigerant for a, you know, dry ice is used as a refrigerant. CO2 gas is not used as a refrigerant. So, this statement is wrong. The structure of C60 contains 12,6O. There is, you know that this part is also wrong. There is C60 contain 12 5-membered and 26 membered. That is correct, isn't it? So, you cannot take this as the correct option. ZSM5, you know, that is the typical use of ZSM5. Carbon monoxide is, that is also correct. So, C and D is correct. So, correct option goes to fourth one. In question number 30, for the reaction 2Cl gives Cl2. You know that bond formation is exothermic. So, delta H should be what? Negative. What about gaseous particle? Gaseous molecules, number of gaseous molecule reduced. That means disorder decreases. So, the process is exothermic, delta H is negative, randomness decreases, delta S is also negative. Negative, negative, which will be the correct option? Exothermic, disorder decreases. So, the correct option is the fourth one. Now, let me introduce question number 31 here. Paper chromatography. Paper chromatography is a very good example for partition chromatography, isn't it? Column chromatography and thin layer chromatography associated with adsorption chromatography, you know. Here you want to select 2 as the correct option, partition chromatography. Now, what about question number 32? Which of the following alkane cannot be made in good yield by Woods reaction? You know that Woods reaction is used for preparing alkanes having even number carbon atom. N-hexane cannot be prepared by Woods reaction. So, that will be our answer. Fortunately, all other options contain even numbered carbon atom. What about question number 33? An increase in the concentration of the reactants. Increase in the concentration. If you make more number of molecules in a smaller space, what will naturally occur? Greater will be the collision. Collision rate increases. Collision frequency increases is the correct answer. You can change all these parameters by means of temperature, etc. But collision frequency can be changed by increasing the concentration. Come to question number 34. The number of Faradays required to produce what? 20 gram calcium. You know that if 2 Faraday is passed, you can prepare what? 40 gram calcium. Atomic mass, you know, 40. 40 gram calcium require 2 Faraday. So, 20 gram calcium require 1 Faraday. What about question number 35? The mixture which shows positive deviation from Raoult's law. You know, it's also a illustrated, textbook illustrated example. Alcohol with acetone. They explained it very well that in between alcohol there is hydrogen bonding. Introduction of acetone, the hydrogen bond breaks. So, positive deviation is observed when alcohol mixed with acetone. What about question number 36? Hydrolysis of sucrose given by the following. Okay. What do you want to find out? Delta G0. All of you know the result. Standard free energy change is equal to what? Minus 2.303 RT log Kc.
minus 2.303. If you convert it into natural log, there is no use of what? Minus 2.303 here, isn't it? 2.303 RT log Kc, you can write it like what? Minus RT ln Kc. So, you need not to solve it. You want to substitute only minus RT minus R is this, temperature is correctly given. What about this? All the terms are correctly given. So, the correct option goes to the first option. Am I right? You want to put a negative sign. Please don't forget. What about question number 37? Sucrose on hydrolysis gives. You know sucrose is disaccharide formed by alpha D glucose and beta D fructose. What is the correct answer here? The correct option goes to the third option. Clear now? Now what about question number 38? Calculate the spin only magnetic moment. What is given? Cr2 plus. You know chromium is what? 4s1 3d5. And in this case, when the 2 electron is lost, it becomes 3d4. 3d4 means 4 unpaired electron. So root of n into n plus 2 gives what? That will give you what? There are 4 unpaired electrons, root of n into n plus 2. That is 4 into 6 root 24. Which one is approximated to it? 4.9. So the correct option here it is second option. What about question number 39? Which of the following is a natural polymer? You know that what is natural rubber? Natural rubber is what? Cis polyisoprene. So cis polyisoprene is where? That is given here in first option. Am I right? All others are synthetic polymers. This is nothing but natural rubber. What about question number 40? Which of the following is a basic amino acid? You know that lysine, arginine, histidine are basic amino acids. So the lysine is mentioned here. Correct option is the fourth one. In question number 41, which of the following is a cationic detergent? You know, cetyl trimethyl ammonium bromide is the cationic detergent mentioned in it because its cationic part will form miscellaneous. What about question number 42? Find out the solubility of NiOH twice in 0.1 molar NaOH solution. You want to find out solubility. You know, Ni2 plus ion into concentration of hydroxyl ion square should give its ionic product, means actually here Ksp. That is 2 into 10 to the power of minus 15. What is hydroxyl ion concentration? It's given as 0.1 molar NaOH, isn't it? NaOH being strong, you will get entire OH minus ion concentration from it. So hydroxyl ion concentration is 0.1 square. You need not to consider the contribution of hydroxyl ion from the nickel hydroxide. So nickel ion concentration into hydroxyl ion concentration square should be equal to 2 into 10 raised to minus 15. So nickel ion concentration is 2 into 10 raised to minus 13. So the correct answer can be option 1. What about question number 43? Identify a molecule which does not exist. See, you know helium-2 possesses bond order 0, so that cannot exist. Here bond order is 1, here bond order is 2, here bond order is 2. So here possesses 0 bond order, so that cannot exist. What about question number 44? The following metal ion activate many enzymes. You know, this is a textbook sentence and it is responsible for transmission of nerve signals. Immediately you can suggest that potassium ion is the correct answer, isn't it? What about question number 45? The number of protons, neutrons and electrons in, what about number of protons here? 71. Therefore, what should be the number of electrons? That should also be 71. So even without calculation of neutrons, one can ascertain the correct option as the first one. You need not to verify it because all of you know the number of neutrons should also be 104. You may realize that almost all questions are from the material, or in turn you can say all questions are directly taken from the NCERT textbook. Thank you. Hello everyone. നമ്മളിന്ന് ഈ വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഫിസിക്സ് സെക്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതിയിട്ടിരിക്കുമായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കിയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ് വരുന്നത്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ കോഡ് എന്ന് പറയുന്നത് E2 ആണ്. ഓക്കെ, അപ്പോൾ 46 മുതൽ 90 വരെയാണ് ഫിസിക്സിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഇപ്പോൾ E2ൽ ക്വസ്റ്റ്യൻ നമ്പർ 46 ഒന്ന് നോക്കാം. ലൈറ്റ് വിത്ത് ആൻ ആവറേജ് ഫ്ലക്സ് ഓഫ് 20 watt per centimeter square falls on a non-reflecting surface at normal incidence.
having surface area 20 centimeter square. The energy received by the surface during a time span of 1 minute. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫ്ലക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണ്? 20 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ. എന്താണത്? ഇറ്റ് ഇസ് ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, അല്ലേ? അപ്പോൾ ഇന്റൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് എനർജി ഇൻസിഡന്റ് ഓൺ എ സർഫസ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. IAT, ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ടൈം. നമുക്ക് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്, SI യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഏരിയ തന്നിട്ടുണ്ട്, ടൈം ഇസ് 1 മിനിറ്റ്. നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ 3 ആണ്. 24 × 10⁻³ joules. Okay. Now, question number 47. For a transistor action, which of the following statements is correct? Transistor proper operation la ee parayna edakku statements la aana correct options nu nokka. Base emitter and collector region should have same doping concentration. ശരിയാണോ? അല്ല. The emitter will have maximum doping concentration, അതിനുശേഷം collector, then least doping concentration ആണ് ആർക്ക് വരുന്നത്? ബേസിന് വരുന്നത്. 2. Base emitter and collector region should have same size. ശരിയല്ല. ഏറ്റവും കൂടുതൽ സൈസ് കളക്ടറിനാണ്, അതിനുശേഷം എമിറ്റർ ഏറ്റവും കുറവ് സൈസ് ആണ് ബേസിന് വരുന്നത്. Option 3. Both emitter junction as well as the collector junction are forward biased. Okay. General transistor operationൽ നമുക്കറിയാം ഏതൊക്കെയാണ്? The emitter base junction is forward biased and base collector junction is reverse biased. ഇനി ഫോർത്ത് ഓപ്ഷൻ ഏതാണ്? ബേസ് റീജിയൻ മസ്റ്റ് ബി വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ് represents the variation of resistivity with temperature for copper? അപ്പോൾ മെറ്റൽസിന് എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്? ദി സെക്കൻഡ് ഓപ്ഷൻ 3, സെക്കൻഡ് ഓപ്ഷൻ അല്ല, ഓപ്ഷൻ 3. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. വളരെ ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാം, അതർവൈസ് നമുക്കൊരു എക്സ്പൊണൻഷ്യൽ വേരിയേഷൻ ആണ് കാണുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ക്വസ്റ്റൻ നമ്പർ 49. ഇൻ എ സർട്ടൻ റീജിയൻ ഓഫ് സ്പേസ് വിത്ത് വോളിയം 0.2 മീറ്റർ ക്യൂബ്, ഒരു പെർട്ടിക്കുലർ വോളിയം തന്നിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് ഫൗണ്ട് ടു ബി 5 വോൾട്ട് ത്രൂ ഔട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? യെസ്, പൊട്ടൻഷ്യൽ ഇസ് കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഒരു റീജിയനിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദി ഇലക്ട്രിക് ഫീൽഡ്? വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദി നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ശരിയല്ലേ? ഒരു റീജിയനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒക്കെ നമുക്കറിയാം. ഏത് ഡയറക്ഷനിലാണോ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, ശരിയാണോ? ഇവിടെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഇസ് 0. ഇലക്ട്രിക് ഫീൽഡ് ഇസ് 0. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 1. എന്നിട്ട് പറയാം കോഡ് E2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49, ഓപ്ഷൻ 1. എന്തുകൊണ്ടാണ്? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയാൽ ഇലക്ട്രിക് ഫീൽഡ് 0. ഓക്കെ, പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും യൂണിഫോം ആണ്, സെയിം ആണ്. ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 50. വീണ്ടും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? എന്താണ്? ഫോർ ദി ലോജിക് സർക്യൂട്ട് ഷോൺ ദ ട്രൂത്ത് ടേബിൾ ഇസ്. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ഇൻപുട്ട് A ആണ്, അല്ലേ? ഇവിടെ ഒരു നോട്ട് ഗേറ്റ്. അപ്പോൾ ഇതെന്താണ്? A ബാർ, ശരിയല്ലേ? ഇത് ഇൻപുട്ട് B, ദിസ് ഇസ് B ബാർ, ശരിയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഒരു നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? A ബാർ പ്ലസ് B ബാർ. ആദ്യം A ബാറും B ബാറും നമ്മൾ ഓർ ചെയ്യുന്നു, ദെൻ നോട്ട്, ശരിയാണോ? അപ്പോൾ A ബാർ പ്ലസ് B ബാർ ദ ഹോൾ ബാർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് A ബാർ ബാർ ഇൻറ്റു B ബാർ ബാർ ഇങ്ങനെ എഴുതാലോ. ദാറ്റ് ഇസ് A B എന്താണ്? ആൻഡ് ഗേറ്റ് ആണ് സംഗതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0യും 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാം. എനിവേ, ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഏതാണ് നമുക്കിവിടെ കാണുന്നത്? 0 0 0 0 1 0 1 0 0 1 1 1. അപ്പോൾ ഏതാണ് ആൻഡ് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? ഓപ്ഷൻ 1. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 51. എന്താണത്? A 40 microfarad capacitor is connected to a 200 volt 50 hertz AC supply. The RMS value of current in the circuit is nearly. Okay, ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. തന്നിട്ടുള്ളത് ഒന്ന് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, RMS വോൾട്ടേജ് തന്നിട്ടുണ്ട്. ജസ്റ്റ് വോൾട്ടേജ് മാത്രം പറയുകയാണെങ്കിൽ നമുക്കറിയാം അത് RMS വാല്യൂ ആണ്. RMS വാല്യൂസ് 200 വോൾട്ട്, ശരിയല്ലേ? അപ്പോൾ കപ്പാസിറ്റർ ആണ് ഉള്ളത്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഇസ് 1/ωc. ദാറ്റ് ഇസ് 1 by ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അപ്പോൾ ഒമേഗ എത്രയായിരിക്കും? 50 × 2π, ദാറ്റ് ഇസ് 100π × c. ഓക്കെ, കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ടല്ലോ 40 മൈക്രോഫാരഡ്. 40 × 10⁻⁻⁶.
സോ ദാറ്റ് ഇസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? IRMS. IRMS എങ്ങനെയാണ് കിട്ടുക? IRMS is equal to VRMS divided by ഇംപെഡൻസ് ആണ് വരേണ്ടത്. ഇവിടെ കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ, ശരിയാണല്ലോ, കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, VRMS by XC. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് 2.5 ആംപിയർ എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 51. ഇനി 52. A cylinder contains hydrogen gas at a pressure of 249 kilopascal and a temperature of 27 degrees Celsius. Its density is. വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒരു ഗ്യാസിൻ്റെ കേസിൽ അതിൻ്റെ പ്രഷർ, മോളാർ മാസ്, അതുപോലെ ടെമ്പറേച്ചർ. ഇവിടെ നിന്ന് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു PM ഡിവൈഡഡ് ബൈ RT. ഈ എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇൻ കേസ് ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം. ടോട്ടൽ മാസിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് എന്ന് പറയാം, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് nRT ഡിവൈഡഡ് ബൈ P. Okay, N will get cancelled, then we'll get PM divided by RT. പ്രഷർ തന്നിട്ടുണ്ട്, മോളാർ മാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് നമുക്കറിയാം, ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, ടെമ്പറേച്ചർ 300 Kelvin അതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് കിട്ടുക 0.2 kg/m³ എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷൻ 2. ദാറ്റ് ഇസ് ക്ലിയർ. നമുക്കിനി 53ാമത്തെ ക്വസ്റ്റ്യൻ 53ലേക്ക് പോകാം. സോ വാട്ട് ഇസ് ദിസ് ക്വസ്റ്റ്യൻ സേ? Taking into account of the significant figures, what is the value of 9.99 minus 0.0099? Okay, so ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ട് സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അല്ല, പിന്നെന്താണ്? നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആഫ്റ്റർ ദ ഡെസിമൽ പ്ലേസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഹിയർ ഇൻ ദി ഫസ്റ്റ് നമ്പർ ദർ ആർ 2 digits ആഫ്റ്റർ ദ ഡെസിമൽ പ്ലേസ്. ഇവിടെ 2 digits ആണ് ഡെസിമൽ പ്ലേസിന് ശേഷം ഉള്ളത്. അതിനുശേഷമുള്ള ഡിജിറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 0 ആണെന്നല്ല, നമുക്ക് അറിയില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 ആണെന്ന് അസ്യൂം ചെയ്യാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, നമുക്കത് എന്താണെന്ന് അറിയില്ല. വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് 0 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് അൺസർട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിജിറ്റും അൺസർട്ടൺ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 3 ഡിജിറ്റ് മാത്രമേ ആൻസറിൽ വരാൻ പാടുള്ളൂ അല്ലേ. അതായത് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്, ഡെസിമൽ കഴിഞ്ഞതിന് ശേഷം 2 ഡിജിറ്റ് മാത്രമേ ആൻസറിൽ വരാൻ പാടുള്ളൂ. അങ്ങനെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് മാത്രം ആൻസറിൽ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 2. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണമെന്ന് പോലും ഇല്ല. ഓക്കെ, ഏകദേശം ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്കതിലേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 53. Next, 54. The mean free path for a gas with molecular diameter D and number density N. ഇപ്പോൾ നമ്പർ ഡെൻസിറ്റി എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. മീൻ ഫ്രീ പാത്തിൻ്റെ എക്സ്പ്രഷൻ ഏതാണ്? ഇറ്റ് ഈസ് 1/√2 n/d². ഏതാണ് വരുന്നത്? ഓപ്ഷൻ 2. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്? 54th ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. Okay, question number 55. An iron rod of magnetic susceptibility 599 is subjected to a magnetizing field of 1200 ampere per meter. The permeability of the material of the rod. അപ്പോൾ നമുക്കറിയാം, what is the relation between relative permeability and magnetic susceptibility? എന്താണ്? μr is equal to chi plus 1. ശരിയല്ലേ? അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി is 599 plus 1, that is 600. ഇപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എത്രയാണ്? 600. അപ്പോൾ പെർമിയബിലിറ്റി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? mu is equal to mu0 times μr. ശരിയല്ലേ? ഒരു മീഡിയത്തിന്റെ പെർമിയബിലിറ്റി ഓഫ് വാക്വം ഇൻറ്റു μr. എത്രയാണ് കിട്ടുക? mu0 it is 4π into 10⁻⁻⁷ into μr. μr എത്രയാണ്? 600. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ 1 ആണ്. 2.4π into 10⁻⁻⁴ Tesla meter per ampere. Okay, that is question number 55. Let's move on to question number 56. What does it say? 56 എന്താണ് പറയുന്നത്? A short electric dipole has a dipole moment of 16 × 10⁻⁹ coulometer. The electric potential due to the dipole at a point at a distance of 0.6 meter from the center of the dipole situated on a line making an angle of 60 degree with the dipole axis. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഡൈപോൾ ഇവിടെ ഉണ്ട്. സോ ദിസ് ഇസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഇതാണ് ഡൈപോൾ ആക്സിസ് എന്ന് പറയുന്നത്. വി ആർ കൺസിഡറിങ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്
0.6 meter, let it be r, at an angle theta, that is 60 degree from the dipole axis. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 1/4πε0 p cos theta divided by r square. ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ 1/4πε0 p by r square എന്ന് വരും. ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ 1/4πε0 p cos theta അവിടെ 0 വരും അല്ലേ? ഈ ഒരു കേസിൽ 1/4πε0 p cos theta by r square. ഇവിടെ theta 60 ഡിഗ്രി ആണ്. cos theta യുടെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് ഓപ്ഷൻ 2. ഓക്കെ, 200 വോൾട്ട് എന്നാണ് ഓപ്ഷൻ കിട്ടുക. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 56. ക്ലിയർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. 57 വീണ്ടും ഗ്രാവിറ്റേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എ ബോഡി വെയ്സ് 72 ന്യൂട്ടൺ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. വാട്ട് ഇസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദി റേഡിയസ് ഓഫ് എർത്ത്? അപ്പോൾ നമുക്കറിയാം ഒരു ബോഡി എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ എഫ് എന്ന് വിളിക്കുകയാണ്. ഇറ്റ് ഇസ് GMM divided by r square. ശരിയല്ലേ? ഇവിടെ ചോദ്യം ഇറ്റ് ഇസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1/2 ഓഫ് ദി റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ എർത്ത് ഇങ്ങനെയാണെങ്കിൽ ദി ബോഡി ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് r/2. ഓക്കെ, അപ്പോൾ സെന്ററിൽ നിന്ന് സർഫസ് വരെയുള്ളത് 6, സർഫസിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ളത് r/2. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 3r/2. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു കേസിൽ ഡയറക്റ്റ് സിമ്പിൾ അപ്രോക്സിമേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് g × 1 - 2h/r എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഹൈറ്റ് ഇസ് വെരി ലാർജ്. ഓക്കെ, അപ്പോൾ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു പുതിയ ഫോഴ്സ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു GMM divided by r സ്ക്വയറിന് പകരം 3r/2 the whole square, that is 9r² divided by 4. ഓക്കെ, അപ്പോൾ നമുക്ക് 4/9 into GM/mm/r² ക്വസ്റ്റ്യനിൽ 72 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 72/9 is 8, 8 into 4 is 32 ന്യൂട്ടൺ. 58ലേക്ക് പോവാം. ഓക്കെ, ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. The solids which have negative temperature coefficient of resistance. നമുക്കറിയാം ആർക്കൊക്കെയാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വരിക? മെറ്റൽസിനാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പോസിറ്റീവ് വരിക. ഫോർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ദി റെസിസ്റ്റിവിറ്റി ഇറ്റ് ഡിക്രീസസ്. അതിനുള്ള കാരണവും നമുക്കറിയാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? വാലൻസ് ബാൻഡിലേക്ക് കൂടുതൽ ഇലക്ട്രോൺസ് എക്സൈറ്റ് ആവുകയാണ്. കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൂടുതൽ ഇലക്ട്രോൺസ് എക്സൈറ്റ് ആവുകയാണ്. അപ്പോൾ അവിടെ കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും, റെസിസ്റ്റിവിറ്റി കുറയും. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 58. നമുക്കിനി 59ലേക്ക് വരാം. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 times the threshold frequency is incident on a photosensitive material. What will be the photoelectric current if the frequency is halved and the intensity is doubled? അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ഇപ്പോൾ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു 1.5 times µ0 അല്ലേ? അതായത് ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ 1.5 ഇരട്ടിയാണ് വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ കറന്റ് ഉണ്ട്. ബിക്കോസ് വെൻ ദ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ദർ വിൽ ബി ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. whereas in the second case the frequency is halved. ഫ്രീക്വൻസി പകുതിയാക്കാണ്. അപ്പോൾ ഇന്റൻസിറ്റി ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതേ ഫ്രീക്വൻസിയുടെ കാര്യം നോക്കാം. what is the new frequency? we can say new frequency of incident light nu dash. എന്ത് വിളിക്കാം? nu dash is nu by 2. ഒറിജിനൽ ഫ്രീക്വൻസിയുടെ പകുതിയാണ്. 1.5/2. 1.5 µ0 divided by 2 എന്ന് പറയുമ്പോൾ 0.75. ശരിയാണോ? 0.75 µ0 ആണ്. ആണല്ലോ? 0.75 µ0 അല്ലെങ്കിൽ 3/4 µ0. 0.75 µ0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. ശരിയല്ലേ? ത്രഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കുറവാണ്. ത്രഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കുറവായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ ലൈറ്റ് വന്ന് വീണാൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. പിന്നെ അവിടെ കറണ്ടിന്റെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവിടെ കറണ്ട് ഉണ്ടാവില്ല. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. സോ വി ക്യാൻ സേ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിൽ ബി 0. ഇന്റൻസിറ്റി എത്ര വലുതാക്കിയിട്ടും കാര്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ത്രഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കുറവാണ് ആ പറയുന്ന വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 59, ഓപ്ഷൻ 4. നമുക്ക് 60ലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ബുക്സിലും അതുപോലെ നമ്മുടെ തന്നെ മെറ്റീരിയലിലൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാൻ പറ്റും. എ സീരീസ് LCR സർക്യൂട്ട് is connected to an AC voltage source. When L is removed from the circuit, phase difference between current and voltage is pi/3. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു
RLC സർക്യൂട്ടിൽ നിന്ന് ഇൻഡക്ടർ മാറ്റിയാൽ അവിടെ പിന്നെ കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫേസ് ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു കേസിൽ ഫേസ് ഡിഫറൻസ് ഈ കേസിൽ തന്നിട്ടുണ്ട്. tan π/3 ആണ് ഫേസ് ഡിഫറൻസ്. നമുക്കറിയാം ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രമാണുള്ളതെങ്കിൽ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് tan θ is equal to or tan phi is equal to XC/R എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് XC-യുടെ ഇക്വേഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. ഇനി അടുത്ത കേസിൽ എന്ത് ചെയ്യാണ്? നമ്മൾ കപ്പാസിറ്റർ മാത്രം റിമൂവ് ചെയ്താൽ അപ്പോഴും ഫേസ് ഡിഫറൻസ് π/3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ മാത്രം റിമൂവ് ചെയ്താൽ അവിടുത്തെ ഫേസ് ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? tan phi is equal to കപ്പാസിറ്റർ മാത്രം മാറ്റിയാൽ എത്രയാണ്? XL/R, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് R. ശരിയാണല്ലോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇത് XL-ഉം XC-യും എത്രയാണെന്ന് കണ്ടുപിടിക്കൊന്നും വേണ്ട. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. XC is equal to XL. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു RLC സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് രണ്ടും ഈക്വൽ ആയാൽ സർക്യൂട്ട് എന്ത് കണ്ടീഷനാണ്? റെസണൻസ് കണ്ടീഷനാണ്. റെസണൻസിന്റെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? റെസണൻസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിന്റെ അർത്ഥം അവിടെ ഇംപെഡൻസ് is equal to R എന്നല്ലേ? അവിടെ ടോട്ടൽ ഇംപെഡൻസ് എന്താണ്? ഇറ്റ് ഈസ് √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. XL-ഉം XC-യും ഈക്വൽ ആണെങ്കിൽ XL മൈനസ് XC 0 ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? R എന്ന് കിട്ടി. Z is equal to R. ശരിയാണോ? അപ്പോൾ പവർ ഫാക്ടർ എത്രയാണ്? cos phi is equal to ഇറ്റ് ഈസ് R/Z. ശരിയല്ലേ? പവർ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരെണ്ണം മാറ്റി കഴിഞ്ഞിട്ടുള്ള പവർ ഫാക്ടർ അല്ല ചോദിച്ചിരിക്കുന്നത്. RLC സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എത്രയാണെന്നാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് R/Z. ഈ കേസിൽ എത്രയാണ്? 1. അല്ലെങ്കിൽ റെസണൻസിന്റെ കണ്ടീഷൻ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുന്ന കാര്യമാണ്. റെസണൻസ് ആണെങ്കിൽ പവർ ഫാക്ടറിന്റെ വാല്യൂ 1 ആയിരിക്കും. സർക്യൂട്ട് ഇസ് പ്യൂർലി റെസിസ്റ്റീവ്. അപ്പോൾ പവർ ഫാക്ടറിന്റെ വാല്യൂ എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 60. 61ലേക്ക് പോകാം. A spherical conductor of radius 10 cm has a charge of 3.2 × 10⁻⁻⁷. Charge note here. It is distributed uniformly. What is the magnitude of electric field at a point 15 cm from the center of the sphere? ഇതാണ് നമ്മുടെ സ്ഫിയർ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഫിയർ. സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് R ഡിസ്റ്റൻസിലുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, 15 cm പുറത്താണ്. നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസ് 10 cm ഉള്ളൂ. അപ്പോൾ സ്മോളർ ഇസ് ഗ്രേറ്റർ ദാൻ ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ. അപ്പോൾ പുറത്തു നിന്ന് നോക്കിയാൽ സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് അസ്യൂം ചെയ്യാമല്ലോ. അങ്ങനെ പോയിന്റ് ചാർജ് ആയിട്ട് അസ്യൂം ചെയ്താൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദി സ്ഫിയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ R². ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക ഇറ്റ് ഈസ് 1.28 × 10⁵ Newton/Coulomb. Let's look at question number 62. Find the torque about the origin where the force of 3 J⁻Newton acts on a particle whose position with respect to the origin is 2 kCal/meter. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കേസിൽ വെക്ടർ R എന്ന് പറയാം. ഒറിജിൻ അപേക്ഷിച്ച് വെക്ടർ R എത്രയാണ്? ഇറ്റ് ഇസ് 2 kCal/meter. ശരിയാണോ? ഫോഴ്സ് എത്രയാണ്? F is equal to 3 J⁻Newton. ഇപ്പോൾ ടോർക്കിന്റെ വെക്ടർ എക്സ്പ്രഷൻ എങ്ങനെയാണ്? വെക്ടർ ടോ is equal to വെക്ടർ R ക്രോസ് വെക്ടർ F. ശരിയല്ലേ? വെക്ടർ R എത്രയാണ്? ഇറ്റ് ഈസ് 2 kCal ക്രോസ് F എത്രയാണ്? 3 J⁻. സോ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ 2 × 3 6 എന്ന് വരും. K cross J എന്താണ്? K cross J it is -I⁻. So we have -6I⁻. ടോർക്ക് എത്രയാണ്? -6I⁻ Newton/meter. That is option 3. Question number 62 ഏതാണ്? Option 3. Let's look at question number 63. ഏതാണ്? A charged particle having drift velocity of 7.5 × 10⁻⁻⁴ meter/second in an electric field of 3 × 10⁻⁻10 volt/meter has a mobility in meter square volt⁻⁻1 second⁻⁻1. അപ്പോൾ നമുക്കറിയാം ഈ മൊബിലിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? mu is equal to it is drift speed per unit electric field. ശരിയല്ലേ? ഡ്രിഫ്റ്റ് സ്പീഡ് പെർ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡ്രിഫ്റ്റ് സ്പീഡ് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 2.5 × 10⁻⁶ meter/second എന്ന് കിട്ടും. ഓക്കെ, ഇനി 64. A ray is incident at an angle of incidence I on the surface of a small angle prism. ശ്രദ്ധിക്കുക, തിൻ prism ആണ്. With angle of prism A and emerges normally from the opposite side. If the refractive index of the material of the prism is mu, then the angle of incidence is nearly equal to.
ശ്രദ്ധിക്കുക, ഒരു പ്രിസം നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ ആദ്യം ഒരു ഐ എന്ന് പറയുന്ന ആംഗിളിൽ ഇൻസിഡന്റ് ആവുന്നു. ദെൻ ഇറ്റ് ഈസ് ബീങ് റിഫ്രാക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ R1. അതിനുശേഷം ഇറ്റ് ഈസ് റിഫ്രാക്റ്റഡ് നോർമൽ ടു ദി സെക്കൻഡ് സർഫസ്. അപ്പം നോർമലായിട്ട് പോവാന്ന് പറയുന്നത് സെക്കൻഡ് സർഫസിന് നോർമലായിട്ട് പോവാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇവിടെ സെക്കൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ R2, സെക്കൻഡ് ആംഗിൾ ഓഫ്, അതായത് രണ്ടാമത്തെ സർഫസിൽ വന്ന് വീഴുന്ന ആംഗിൾ ഇറ്റ് ഇസ് ഈ ഒരു കേസിൽ എത്രയാണ്? നമുക്ക് 0 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ R2 0 ആണ്. നമുക്കറിയാം ഏതൊരു പ്രിസത്തിനും വാലിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് R1 + R2 = ദി ആംഗിൾ ഓഫ് പ്രിസം. ശരിയല്ലേ? അപ്പോൾ R2 എത്രയാണ്? 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം R1 = A. ഇനി ഫസ്റ്റ് സർഫസിലുള്ള റിഫ്രാക്ഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് പറയാൻ പറ്റുക? 1 sin I = mu sin R. R1 വരെ എനിക്ക് A എന്ന് എടുക്കാം. ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ സ്മോൾ പ്രിസം ആയതുകൊണ്ട് തന്നെ ആംഗിൾസ് എല്ലാം ചെറിയ ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ sin I can be approximated as I and sin A can be approximated as A. അപ്പോൾ നമുക്ക് എന്ത് പറയാം? I = mu into A എന്ന് പറയാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 64, ഓപ്ഷൻ 3. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 65ലേക്ക് വരാം. എന്താണ്? The quantities of heat required to raise the temperature of two solid copper spheres of radii R1 and R2. R1 is 1.5 R2 through 1 Kelvin are in the ratio. ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ഹീറ്റ് വേണ്ടത്, നമുക്കറിയാം ഹീറ്റ് വേണ്ടതിന് നമുക്ക് എങ്ങനെ എടുക്കാം? ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റ് Q = ഞാൻ MS∆T എന്ന് എടുക്കുകയാണ്. S is the specific heat capacity. ഓക്കെ, വേണമെങ്കിൽ MC∆T എന്ന് എടുക്കാം. ഞാനിവിടെ MS∆T എന്ന് എടുക്കുകയാണ്. S ആണ് ഞാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഉപയോഗിക്കുന്ന സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് Q1/Q2 ആണ് അല്ലേ? Q1/Q2 = ഒരേ മെറ്റീരിയൽ ആണ് സ്ഫിയറിന് അല്ലേ? രണ്ടും ഒരേ മെറ്റീരിയൽ ആണ്, സോളിഡ് കോപ്പർ സ്ഫിയർ. അപ്പോൾ മാസിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ M1 S∆T ഒരേ ടെമ്പറേച്ചർ ആണ്. M2 S∆T, S∆T can be cancelled, will get M1/M2. ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ വോളിയത്തിൻ്റെ റേഷ്യോയിലായിരിക്കും മാസ് വരിക. ശരിയാണല്ലോ? അപ്പോൾ ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ മാസിന് എനിക്ക് ρ × 4/3 πr³ എന്ന് എഴുതാം അല്ലേ? റോ എല്ലാവർക്കും സെയിം ആണ്, ഡെൻസിറ്റി എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ റേഡിയസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണലായിരിക്കും മാസ് വരിക. സോ R1³ / R2³. ശരിയല്ലേ? R1 is 1.5 R2, അതായത് R1/R2 നമുക്ക് 1.5 അഥവാ 3/2 എന്ന് എഴുതാം, ക്യൂബ്. ഓക്കെ, അപ്പോൾ 3/2 the whole cube എത്രയാണ്? 27 / 8. 27 / 8 ഏതാണ് വരുന്നത്? ഓപ്ഷൻ 1. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 65. ഇനി 66ലേക്ക് കടക്കാം. When uranium isotope uranium-235 is bombarded with a neutron, it generates krypton 89 and 3 neutrons. അതിന്റെ കൂടെ വരുന്ന ഡോട്ടർ ന്യൂക്ലിയസ് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, റിയാക്ടൻസിലുള്ള ആകെ മാസ് നമ്പർ എത്രയാണ്? 235 ആണ് യുറേനിയത്തിന്റെ മാസ് നമ്പർ, പ്ലസ് ഒരാൾ കൂടിയുണ്ട്, ഒരു ന്യൂട്രോൺ വന്ന് ബോംബാർഡ് ചെയ്യിച്ചു അല്ലേ? അപ്പോൾ ആകെ 236 ആണ് എന്ത് വരുന്നത്? റിയാക്ടൻസിന്റെ ആകെ മാസ് നമ്പർ. അപ്പോൾ പ്രോഡക്ട്സിന്റെ ആകെ മാസ് നമ്പറും എത്രയായിരിക്കണം? 236 ആയിരിക്കണം. അപ്പോൾ പ്രോഡക്ട്സ്, ഇപ്പോൾ റിയാക്ടൻസിന്റെ ആകെ മാസ് നമ്പർ നമുക്ക് കിട്ടി. അടുത്തത് പ്രോഡക്ട്സിന്റെ മാസ് നമ്പർ നോക്കിയാൽ പ്രോഡക്ട്സിൽ ആരൊക്കെയാണുള്ളത്? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രോഡക്ട്സിൽ ആരൊക്കെയാണ്? 89 ആർക്കുണ്ട്? ക്രിപ്റ്റണിനുണ്ട്. അത് കൂടാതെ 3 ന്യൂട്രോൺസ് +3. ഓക്കെ, അപ്പോൾ ഇവർ ഓൾറെഡി ഉണ്ട്. 89 + 3 + X, അല്ലെങ്കിൽ നമുക്ക് A എന്ന് എടുക്കാം. A എന്താണ്? നമ്മുടെ അൺനോൺ ഡോട്ടർ ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ. അപ്പോൾ 89ഉം 3യും ഈ അൺനോൺ ന്യൂക്ലിയസിന്റെ മാസ് നമ്പറോടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? ഈ 236 കിട്ടണം. ശരിയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് A എന്ത് കിട്ടും? A = 236 - 92 ഇവിടെ വരുന്നുണ്ട്. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് കിട്ടുക? 144 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ശരിയാണോ? 144 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്കുള്ളത്. ബേരിയം 144 ആണ്. നമ്മുടെ രണ്ടാമത്തെ നമുക്ക് അറിയാത്ത ഡോട്ടർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ബേരിയം 144 ആണ്. 67ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, the phase difference between displacement and acceleration of a particle in simple harmonic motion. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്കറിയാം ഇവിടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ A = -ω²x അല്ലേ? അതായത് എക്സിന്റെ നേരെ നെഗറ്റീവിന് പ്രൊപ്പോർഷനാണ് ആക്സിലറേഷൻ. നമ്മളിപ്പോൾ എക്സ് ഇങ്ങനെ എഴുതിയാൽ X = A sin ωt എന്ന് എഴുതിയാൽ ആക്സിലറേഷൻ എത്രയാണ്? ഇറ്റ് ഇസ് ω²A - sin ωt എന്ന് എഴുതാം. ശരിയാണോ? ദാറ്റ് ഇസ് ω²A
സൈൻ ഈ മൈനസ് സൈൻ ഒമേഗ ടി നമുക്ക് ഒമേഗ ടി മൈനസ് പൈ എന്ന് എഴുതാം. എഴുതിക്കൂടെ? സൈൻ ഒമേഗ ടി മൈനസ് പൈ എ അല്ലെങ്കിൽ മൈനസ് സൈൻ ഒമേഗ ടി നമുക്ക് സൈൻ ഒമേഗ ടി മൈനസ് പൈ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? പൈ. ഫേസ് ഡിഫറൻസ് ആണ് ശ്രദ്ധിക്കുക, ആംഗിൾ അല്ല. ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിലുള്ള ആംഗിൾ നോക്കിയാലും 180 ഡിഗ്രി തന്നെ വരും. ഇവിടെ ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പൈ റേഡിയൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 67. 68ലേക്ക് പോവാം. ഓക്കെ, ഒരു മീറ്റർ ബ്രിഡ്ജിന്റെ ക്വസ്റ്റ്യൻ ആണ്. A resistance wire connected to the left gap of meter bridge balances 10 ohm resistance in the right gap at a point which divides the bridge wire in the ratio 3:2. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ ഈ ഒരു കേസിൽ റെസിസ്റ്റൻസ് വയർ കണക്റ്റഡ് ഇൻ ദ ലെഫ്റ്റ് ഗ്യാപ്പിലുള്ള റെസിസ്റ്റൻസ് എനിക്ക് അറിയില്ല. ഇനി ഞാൻ R എന്നെടുത്താൽ റൈറ്റ് ഗ്യാപ്പിലുള്ള എത്രയാണ്? 10 ohm. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ R/10 is equal to ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? 3/2 റേഷ്യോയിലാണ്. ശരിയല്ലേ? അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി R is equal to നമ്മുടെ അറിയാത്ത റെസിസ്റ്റൻസ് എത്രയാണ്? R is equal to 15 ohm എന്ന് കിട്ടും. 30 divided by 2 15 ohm. ഈ 15 ohm റെസിസ്റ്റൻസിന്റെ ലെങ്ത് 1.5 മീറ്റർ ആണ് എങ്കിൽ ലെങ്ത് ഓഫ് 1 ohm റെസിസ്റ്റൻസ്. അപ്പോൾ ശ്രദ്ധിക്കുക, 15 ohm റെസിസ്റ്റൻസിന്റെ നീളം 1.5 മീറ്റർ ആണ് എങ്കിൽ 1 ohm റെസിസ്റ്റൻസിന്റെ നീളം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് L divided by R. 1 ohm റെസിസ്റ്റൻസിന്റെ നീളം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് 1.5 divided by 15. ദാറ്റ് ഈസ് 10 raised to minus 1. 1/10 അഥവാ 10 raised to minus 1. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2. ഓക്കെ, ദാറ്റ് ഈസ് 68. ലെറ്റ്സ് മൂവ് ഓൺ ടു 69. A capillary tube of radius R is immersed in water and water rises in it up to a height h. The mass of water in the capillary is 5 gram. Another capillary tube of radius 2R is immersed in water. The mass of water in the capillary. ഇവിടെ നിങ്ങൾ capillary raisന്റെ എക്സ്പ്രഷൻ h is equal to 2t cos theta divided by r rho g എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു കേസിൽ വാട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക, ലിക്വിഡ് ഇങ്ങനെയാണ് കയറി നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഒന്ന് ശ്രദ്ധിക്കാം, ഇത്രയും മാസ് വെള്ളത്തിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് ഇവിടുത്തെ സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, അവിടുത്തെ സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഹെമിസ്ഫെരിക്കൽ സർഫസ് എടുക്കുകയാണെങ്കിൽ, ഹെമിസ്ഫെരിക്കൽ ആയിട്ടുള്ള സർഫസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഇവിടെ ആംഗിൾ ഓഫ് കോൺടാക്ട് 0 എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന സർഫസ് ടെൻഷൻ ഫോഴ്സും താഴേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റും ബാലൻസ്ഡ് ആവുകയാണ്. ശരിയല്ലേ? ഇതുപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ h is equal to 2t cos theta by r rho g ഡിറൈവ് ചെയ്തെടുക്കാം. എന്തായാലും നമുക്ക് അത്രയൊന്നും വേണ്ട. സർഫസ് ടെൻഷൻ ഫോഴ്സിന്റെ വാല്യൂ അറിയാം. ഈ നീളം 2πr ആണെങ്കിൽ 2πr into t is equal to താഴേക്ക് വരുന്ന mg അല്ലെ? 2πr t is equal to mg എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് r is proportional to m എന്ന് പറയാമല്ലോ. അപ്പൊ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് എത്ര വലുതാണോ അത്രയും കൂടുതലായിരിക്കും അതിലേക്ക് മുകളിലേക്ക് കയറുന്ന മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഡിയസ് നമ്മൾ ഡബിൾ ആക്കിയാൽ, റേഡിയസ് 2r ആക്കിയാൽ അതിനകത്തൂടെ മുകളിലേക്ക് കയറുന്ന മാസും ഡബിൾ ആകും. വേറെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഹൈറ്റിലേക്കൊന്നും നിങ്ങൾ പോവുക വേണ്ട. ഓക്കെ, അപ്പോൾ മാസ് ഡബിൾ ആവും. മാസ് ഇനിഷ്യലി 5 ഗ്രാം ആണെങ്കിൽ ഇപ്പം മുകളിലേക്ക് കയറുന്ന എത്രയായിരിക്കും? 10 grams. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 69 ഓപ്ഷൻ 3. ഓക്കെ, ഇനി 70ലേക്ക് കിടക്കാം. എന്താണ്? The ratio of contributions made by the electric field and magnetic field components to the intensity of electromagnetic wave is. ഇപ്പോൾ ഡയറക്റ്റ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എടുത്താൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോൺട്രിബ്യൂഷൻസ് റെസ്പെക്റ്റീവ്ലി ഹാഫ് ε0 E²ഉം അതുപോലെ ഹാഫ് B² ഡിവൈഡഡ് ബൈ μ0 ആണ്. രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹാഫ് ε0 E² is equal to half B² divided by μ0 for the case of an electromagnetic wave. അപ്പോൾ ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് രണ്ടുപേരും ഇതിന്റെ ഇന്റൻസിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് ഓപ്ഷൻ 2. ക്ലിയർ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 70. അടുത്തത് 71. In Young's double slit experiment, the separation between the coherent sources is halved. അതായത് നമ്മുടെ സ്ലിറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ഹാഫ് ആക്കുകയാണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്രീൻ ഫ്രം ദി കോഹറന്റ് സോഴ്സസ് ഇസ് ഡബിൾഡ്. നമുക്കറിയാം ഫ്രിഞ്ച് വിഡ്ത്തിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് d lambda by d. d is the separation between the sources and the screen and d is the separation between the sources itself. ഓക്കെ, അപ്പോൾ d ഡബിൾ ആക്കുകയാണ്, സ്മോൾ d ഹാഫ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എത്ര ഇരട്ടിയാവും? 4 ഇരട്ടിയാവും. ഇറ്റ് ഇസ് ക്വാഡ്രപ്പിൾഡ്. ഇറ്റ് ബിക്കംസ് 4 times. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 71 ആണ് ചെയ്തത്. 72ലേക്ക് വരാം. A long solenoid of 50 centimeter length having 100 turns carries a current of 2.5 ampere.
ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സോളിനോയിഡ്. ഇപ്പം സോളിനോയിഡിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ അതിൻ്റെ ആക്സിസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. B is equal to mu0 Ni. mu0ൻ്റെ വാല്യൂ നമുക്കറിയാം. N എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് നോട്ട് 100 ടേൺസ്, 50 സെൻറ്റിമീറ്റർ, അതായത് അര മീറ്ററിൽ 0.5 മീറ്ററിൽ 100 ടേൺസ് ആണെങ്കിൽ 1 മീറ്ററിൽ എത്രയാണ് വരിക? ഇറ്റ് ഇസ് 200 ടേൺസ് ഇൻറ്റു കറണ്ട് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ഇറ്റ് ഇസ് 6.28 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 72. അടുത്തതിലേക്ക് വരാം. 73. A ball is thrown vertically downwards with a velocity of 20 meter per second from the top of a tower. It hits the ground after some time with a velocity of 80 meter per second. Height of the tower. Direct question ആണ്. ഒരു ബോഡി u വെലോസിറ്റിയിൽ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. അത് ഗ്രൗണ്ടിൽ വന്നിടിക്കുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്, ശരിയല്ലേ? രണ്ട് വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ താഴേക്കുള്ള ഡയറക്ഷൻ നമുക്ക് പോസിറ്റീവ് എടുക്കാം, ഡൗൺവേർഡ് ഡയറക്ഷൻ. എല്ലാവരും താഴേക്കാണല്ലോ, ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എടുത്താൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്ലസ് g. ഓക്കെ, ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v² is equal to u² plus 2as. ഇവിടെ എക്ക് പകരം g വരും, ഡിസ്പ്ലേസ്മെന്റ് h ആണ്. ഓക്കെ, ഇവിടെ v തന്നിട്ടുണ്ട്, u തന്നിട്ടുണ്ട്, g നമുക്കറിയാം. അപ്പോൾ നമുക്ക് h എങ്ങനെയാണ് കണ്ടുപിടിക്കുക? h is equal to v² minus u² divided by 2g. 80 മീറ്റർ പെർ സെക്കൻഡും 20 മീറ്റർ പെർ സെക്കൻഡും ആണ്. നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് 300 മീറ്റേഴ്സ്. ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് 73. ഇനി 74ലേക്ക് പോയാൽ, ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോർ മോഡൽ ഇസ് നോട്ട് വാലിഡ്? ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർ ആറ്റം മോഡൽ വാലിഡ് ആകുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിനാണ്. ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ ന്യൂക്ലിയസിന് ചുറ്റും, ന്യൂക്ലിയസിനകത്തുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അത് യൂണിറ്റി 1 ആകണം എന്നില്ല. എന്നാൽ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ബോർ മോഡൽ കംഫർട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രജൻ ആറ്റം സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണ്, സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റം സിംഗിൾ ഇലക്ട്രോൺ ആണ്, ഡ്യൂട്രോൺ ആറ്റം സിംഗിൾ ഇലക്ട്രോൺ ആണ്. പിന്നെ ആകെ സിംഗിൾ ഇലക്ട്രോൺ അല്ലാത്തത് സിംഗ്ലി അയണൈസ്ഡ് നിയോൺ ആറ്റം സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആയിട്ട് പെടുത്താൻ അല്ലെങ്കിൽ അതിനകത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ബോർ മോഡൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഇറ്റ് ഇസ് ഓപ്ഷൻ 4, സിംഗ്ലി അയണൈസ്ഡ് നിയോൺ ആറ്റം. Okay, that is question number 74. ഇനി 75ലേക്ക് വരാം. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി ആവറേജ് തെർമൽ കൈനറ്റിക് എനർജി ഓർ തെർമൽ എനർജി ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ്. ഓക്കെ, മോണോ അറ്റോമിക് ഗ്യാസ് നമ്മളിവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം, അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മോണോ അറ്റോമിക് മോളിക്യൂളിൻ്റെ കേസാണ്. ഒരു മോണോ അറ്റോമിക് മോളിക്യൂളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവാറുള്ളത്, അല്ലെ? 3 ഡിഗ്രി, 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഉണ്ടാവും. ഓരോ ഡിഗ്രിക്കും 1/2 kBT എന്നുള്ളതാണ് അതിൻ്റെ എനർജി വരുന്നത്. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം വരുമ്പോൾ ആകെ എത്രയാണ്? ഇറ്റ് ഇസ് 3/2 kBT. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? യെസ്. 75. ഇനി നമുക്ക് 76ലേക്ക് വരാം. 2 particles of masses 5 kg and 10 kg respectively are attached to the 2 ends of a rigid rod of length 1 meter with negligible mass. അപ്പോൾ മാസ് ഒന്നുമില്ലാത്ത ഒരു റോഡിൻ്റെ ഒരറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 5 kg മാസ്, അതിനെ ഞാൻ M1 എന്ന് വിളിക്കുകയാണ്. ഇവിടെ 10 kg മാസ്, ദാറ്റ് ഇസ് M2. സെന്റർ ഓഫ് മാസ് ഇവിടെ നിന്ന് എത്ര ദൂരത്തിലാണ്? ഡയറക്റ്റ് ഫോർമുല നമുക്കറിയാം. സെന്റർ ഓഫ് മാസ് ഇവിടെയാണെങ്കിൽ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു കേസിൽ RCOM എന്ന് വിളിക്കാം. RCOM is equal to M1, ഇവിടെ x മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇത് ഒറിജിൻ ആയിട്ട് എടുത്താൽ M1 x1 0 ആണ്, അല്ലേ? പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഓക്കെ, M1 ഇൻറ്റു 0 പ്ലസ് M2 എത്രയാണ്? 10 ഇൻറ്റു ഡിസ്റ്റൻസ് 1 മീറ്റർ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 15, ദാറ്റ് ഇസ് 2/3 മീറ്റർ. 2/3 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 67 സെൻറ്റിമീറ്റർ, 66.66. ഓക്കെ, 67 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, അല്ലേ? നമ്മൾ സെന്റർ ഓഫ് മാസ് പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു കണ്ടീഷനാണത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 77. In a guitar, 2 strings A and B made of same material are slightly out of tune എന്ന് പറയുമ്പോൾ ചെറിയ ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ടാവും. They produce beats of frequency 6 Hz എന്ന് പറയുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രീക്വൻസിയിലുള്ള ഡിഫറൻസ് 6 Hz ആണ്. When tension in B is slightly decreased, ബിയിലുള്ള ടെൻഷൻ കുറച്ചു. ടെൻഷൻ കുറയ്ക്കുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് പറ്റും? അതും കുറയും, ശരിയാണല്ലോ? The beat frequency increases to 7 Hz. അതായത് ബിയുടെ ഫ്രീക്വൻസി കുറച്ചപ്പോൾ ഇവരുടെ സെപ്പറേഷൻ എന്ത് ചെയ്തു? കൂടി. ബീറ്റ് ഫ്രീക്വൻസി കൂടി. എയുടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 530 Hz. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ബി ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ എയുടെയും ബിയുടെയും ഫ്രീക്വൻസി വ്യത്യാസം 6 Hz ആണ്, അല്ലേ? അപ്പോൾ ഒന്നുകിൽ എനിക്ക് പറയാം FA മൈനസ് FB 6 Hz ആണെന്ന് പറയാം, 6 Hz ആണെന്ന് പറയാം. ഓർ ഐ ക്യാൻ സേ FB മൈനസ്
FA is 6 Hz. ഏതാണെന്ന് തൽക്കാലം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിനുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാണ്? ദ ടെൻഷൻ ഇൻ ബി ഇസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്. അപ്പോൾ ബിയുടെ ടെൻഷൻ കുറച്ചാൽ ബിയിലുള്ള ഫ്രീക്വൻസി കുറയും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, ബിയുടെ ഫ്രീക്വൻസി കുറഞ്ഞാൽ ഈ കേസിൽ FAയും FBയും തമ്മിലുള്ള FBയുടെ ഫ്രീക്വൻസി കുറഞ്ഞാൽ, ഇപ്പോൾ FA ഇവിടെയും FB ഇവിടെയും ആണെങ്കിൽ, FA ഇവിടെയും FB ഇവിടെയും ആണെങ്കിൽ ഇതാണ് 6. ശരിയല്ലേ? ഞാൻ ബിയുടെ ഫ്രീക്വൻസി കുറച്ചാൽ അത് കുറച്ചുകൂടി താഴേക്ക് പോകത്തല്ലേ ഉള്ളൂ, FP ഡാഷ്. അപ്പോൾ ഇവരുടെ ബീറ്റ് ഫ്രീക്വൻസി കൂടും. ശരിയല്ലേ? ഈ കേസ് ആയിരുന്നെങ്കിലോ, FB മുകളിലും FB കൂടുതലും FA താഴെയുമായിരുന്നെങ്കിൽ, FB മുകളിലും FA താഴെയുമായിരുന്നെങ്കിൽ ഞാൻ FBയുടെ ഫ്രീക്വൻസി കുറച്ച് FP ഡാഷ് ആക്കിയാൽ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ കുറയല്ലേ ഉള്ളൂ, നേരത്തെക്കാളും കുറയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കേസ് ആയിരുന്നെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞേനെ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ബീറ്റ് ഫ്രീക്വൻസി 7 ഹെർട്സിലേക്ക് കൂടുകയാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ കണ്ടീഷൻ തെറ്റാണ്. ഏത് തന്നെയാണ്? FA മൈനസ് FB തന്നെയാണ് 6. അപ്പോൾ നമുക്ക് പറയാം FB is equal to FA minus 6. ഓക്കെ, FA മൈനസ് 6 എന്ന് പറയാം. FA എത്രയാണ്? 530 ഹെർട്സ്. അപ്പം 6 കുറച്ചാൽ 524 ഹെർട്സ് എന്ന് കിട്ടും, 524 ഹെർട്സ്. സോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 77. നമ്മൾ 78th ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാൽ കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. Two cylinders A and B of equal capacity are connected to each other via a stopcock. A contains an ideal gas at standard temperature and pressure. B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened. The process is. ഇവിടെ ശ്രദ്ധിക്കുക, സ്റ്റോപ്കോക്ക് നമ്മൾ ഓപ്പൺ ചെയ്താൽ the gas in cylinder A is expanding against vacuum. Bയിൽ vacuum ആണ്. It is expanding against vacuum under adiabatic condition. അപ്പോൾ we can say it is എക്സ്പാൻഷൻ അഗൈൻസ്റ്റ് വാക്വം അണ്ടർ അഡിയാബാറ്റിക് കണ്ടീഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയാം. എന്താണ് ഫ്രീ എക്സ്പാൻഷൻ? എക്സ്പാൻഷൻ അഗൈൻസ്റ്റ് വാക്വം അണ്ടർ അഡിയാബാറ്റിക് കണ്ടീഷൻ ഇസ് വാട്ട് വി കോൾ ആസ് ഫ്രീ എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടെ അഡിയാബാറ്റിക് പ്രോസസ് ആണ് എന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് നോട്ട് എ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്. ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് അല്ല. അതായത് ഇടയ്ക്കുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ PV⁻γ എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആകെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിലുള്ള കണ്ടീഷൻസ്, പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ മാത്രമേ ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്കറിയാം ഫ്രീ എക്സ്പാൻഷനിൽ എന്തുണ്ടാവുന്നില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ട് തന്നെ കൂട്ടാൻ പറ്റും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഗ്യാസ് ഇസ് എക്സ്പാൻഡിങ് അഗൈൻസ്റ്റ് വാക്വം, സോ ഇറ്റ് ഇസ് നോട്ട് പെർഫോമിങ് എനി വർക്ക്. അതുപോലെ ദി ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഓൾസോ സീറോ, ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. അതുകൊണ്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലൂടെ നമുക്ക് പറയാൻ പറ്റും ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഇല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, ഇന്റേണൽ എനർജി ചേഞ്ച് ഇല്ല. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ആൻ ഇക്വിലിബ്രിയം പ്രോസസ്. ഇടയ്ക്കുള്ള ഒരു കണ്ടീഷൻ, ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് കൃത്യമായിട്ട് ടെമ്പറേച്ചറോ പ്രഷറോ വോളിയമോ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി റിലേറ്റ് ദി ഇനിഷ്യൽ പ്രഷർ വോളിയം ആൻഡ് ഫൈനൽ പ്രഷർ ആൻഡ് വോളിയം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഈ ഒരു പ്രോസസ് ഇക്വിലിബ്രിയം പ്രോസസ് അല്ല. പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്തതുകൊണ്ട് നമുക്കിതിനെ അഡിയാബാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 79ലേക്ക് വരാം. ദി കപ്പാസിറ്റൻസ് ഓഫ് എ parallel plate capacitor with a medium, with air as the medium is 6 microfarad. With the introduction of a dielectric medium, the capacitance becomes 30 microfarad. The permittivity of the medium is. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കപ്പാസിറ്റൻസ് ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് C0 ആയിരുന്നു കപ്പാസിറ്റൻസ് എങ്കിൽ ഡയലക്ട്രിക് മുഴുവൻ ഇൻസേർട്ട് ചെയ്താൽ അത് എത്രയാവും? K into C0 ആവും. അപ്പോൾ നമുക്ക് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എങ്ങനെയെന്ന് പറയാം? ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു C/C0. C എത്രയാണ്? 30 മൈക്രോഫാരഡ്. C0 എത്രയായിരുന്നു? ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് 6 മൈക്രോഫാരഡ് ആയിരുന്നു. സോ 30/6 is 5. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്, അഥവാ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 5 ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി 5 ആണ് എങ്കിൽ നമ്മുടെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എത്രയാണ്? എപ്സിലോൺ എത്രയാണ്? ഇറ്റ് ഇസ് 5 into എപ്സിലോൺ 0. ശരിയല്ലേ? ദാറ്റ് ഇസ് 5 into 8.85 into 10 raised to minus 12. 8.85 into 10 raised to minus 12. Okay, നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? വിൽ ഗെറ്റ് 0.44 into 10 raised to minus 10 കൂളോം സ്ക്വയർ ന്യൂട്ടൺ raised to minus 1 മീറ്റർ raised to minus 2. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ? K കണ്ടുപിടിക്കുക, അതിനെ എപ്സിലോൺ 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർമിറ്റിവിറ്റി കിട്ടും. ക്വസ്റ്റൻ നമ്പർ 80. An electron is accelerated from rest through a potential difference of V volt. If the de Broglie wavelength of electron is 1.227 into 10 raised to minus 2 nanometer, the potential difference is. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രോൺ
ഡീബ്രോയ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ആക്സിലറേറ്റ് ചെയ്താൽ അതിന്റെ ഡീബ്രോയ് വേവ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡയറക്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു ഇറ്റ് ഇസ് 1.22 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ദി ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. 1.227 or 12.27 ആംസ്ട്രോങ് ഡിവൈഡഡ് ബൈ റൂട്ട് വി. നിങ്ങൾ ഡേവിസ് ആൻഡ് ജെമർ എക്സ്പെരിമെന്റിലൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇലക്ട്രോണിന്റെ കേസിൽ ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ വെച്ച് ആക്സിലറേറ്റ് ചെയ്താൽ അതിനൊരു പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ടാവും. പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ മൊമെന്റം ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ മൊമെന്റം ഉണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ ഡിബ്രോയ് വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ലാംഡ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂട്ട് വി എന്ന് പറയാം. റൂട്ട് വി ഇസ് ഈക്വൽ ടു 1.22 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ എത്രയാണ്? 1.22 ഇൻറ്റു 10⁻²- നാനോമീറ്റർ. നാനോമീറ്ററും 1.22 ക്യാൻസൽ ചെയ്താൽ ഇത് 10⁻² വരും. ഓർ വി ഇസ് ഈക്വൽ ടു 10⁻⁴ വോൾട്ട് എന്ന് വരും. ശരിയല്ലേ? വി ഇസ് ഈക്വൽ ടു 10⁻⁴ വോൾട്ട് എന്നാണ് ആൻസർ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 80. ഇനി 81ലേക്ക് കടക്കാം. A wire of length L, area of cross section A is hanging from a fixed support. The length of the wire is changed to L1 when a mass M is suspended from free end. The expression for Young's modulus is. The Young's modulus നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Y is equal to it is FL divided by A delta L. ശരിയല്ലേ? FL divided by A delta L എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഇവിടെ ഫോഴ്സ്, നമ്മുടെ ഡിഫോമിംഗ് ഫോഴ്സ് എത്രയാണ്? ഇറ്റ് ഇസ് mg ഇൻറ്റു L ഡിവൈഡഡ് ബൈ ഏരിയ ഞാൻ A എന്നെടുത്തു. ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? L1 മൈനസ് L. ഫൈനൽ ലെങ്ത് മൈനസ് ഇനിഷ്യൽ ലെങ്ത് അല്ലേ? mgL ഡിവൈഡഡ് ബൈ A ഇൻറ്റു L1 മൈനസ് L. സോ 81 ഓപ്ഷൻ 4. നമുക്ക് 82ലേക്ക് വരാം. ദ ബ്രീസ്റ്റേഴ്സ് ആംഗിൾ I04 ആണ് ഇന്റർഫേസ് ഷുഡ് ബി. അപ്പോൾ ബ്രീസ്റ്റേഴ്സ് ആംഗിളിന്റെ റേഞ്ച് ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ബ്രീസ്റ്റേഴ്സ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. ഇറ്റ് ഇസ് tan IB or tan IB is equal to the refractive index അല്ലേ? ഡെൻസർ ഡിവൈഡഡ് ബൈ റെയർ എന്നാണ് വരുന്നത് അല്ലേ? ഡെൻസർ ഡിവൈഡഡ് ബൈ റെയർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ നമുക്കറിയാം. മ്യൂ വേരീസ് ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി അല്ലേ? മ്യൂ വേരീസ് ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ tan IB ഇറ്റ് വേരീസ് ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി. ശരിയാണല്ലോ? അപ്പൊ ടാനിന്റെ വാല്യൂ 1നും ഇൻഫിനിറ്റിക്ക് ഇടയ്ക്ക് വരുമ്പോൾ IBയുടെ വാല്യൂ ഏതിന്റെ ഇടയ്ക്കായിരിക്കും വരിക? ടാൻ എപ്പോഴാണ് 1 വരുന്നത്? 45 ഡിഗ്രി ആകുമ്പോൾ. സോ IB വേരീസ് ബിറ്റ്വീൻ 45 ഡിഗ്രി ആൻഡ് എപ്പോഴാണ് ടാൻ IB ഇൻഫിനിറ്റി വരിക? IB 90 ഡിഗ്രി ആകുമ്പോൾ. സോ ഇറ്റ് വേരീസ് ബിറ്റ്വീൻ 45 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. 45നും 90ക്കും ഇടയ്ക്കാണ് ആ ഓപ്ഷൻ വരിക. സോ 82 ഓപ്ഷൻ 3. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് 83ലേക്ക് വരാം. Two bodies of mass 4 kg and 6 kg are tied to the ends of a massless string. The string passes over a pulley which is frictionless. The acceleration of the system in terms of acceleration due to gravity. Laws of motion നമുക്ക് ആകെ കിട്ടിയ ക്വസ്റ്റൻ ഇതാണ്. അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലേ? ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം അല്ലെങ്കിൽ 2 ബോഡി സിസ്റ്റം പാസിംഗ് ഓവർ എ പുള്ളി. നമുക്ക് എന്ത് പറയാം? ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നെറ്റ് അൺബാലൻസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. M1 M2 ആണ്. M2 ആണ് വലുതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് M2 മൈനസ് M1 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, M2 മൈനസ് M1 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 അല്ലേ? പുള്ളി മാസ് സിസ്റ്റത്തിലെ ഏറ്റവും സിമ്പിൾ സിസ്റ്റമാണ് ഈ കാണുന്നത് ആണല്ലോ. അപ്പോൾ M2 മൈനസ് M1 6 മൈനസ് 4 ദാറ്റ് ഇസ് 2 ഡിവൈഡഡ് ബൈ M2 പ്ലസ് M1 6 പ്ലസ് 4 ദാറ്റ് ഇസ് 10 ഇൻറ്റു G ദാറ്റ് ഇസ് G ബൈ 5. അതായത് ജിയുടെ വാല്യൂ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10/5 എന്ന് കിട്ടും. എനിവേ G ബൈ 5 എന്നാണ് നമുക്ക് ആൻസർ ഉള്ളത്. ഓപ്ഷൻ 3 G ബൈ 5. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 83. നമുക്ക് 84ലേക്ക് കിടക്കാം. വീണ്ടും അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഡയമെൻഷൻസ് ഓഫ് സ്ട്രെസ് അല്ലേ? സ്ട്രെസ് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ശരിയാണല്ലോ? നമുക്ക് ഇങ്ങനെ പറയാം, ഡയമെൻഷണലി സ്ട്രെസ് ഇസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് mL(T⁻²) ഡിവൈഡഡ് ബൈ ഏരിയയുടെ L² ആണ്. ഇറ്റ് ഇസ് mL⁻⁻1 T⁻². mL⁻⁻1 T⁻². ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, ദാറ്റ് ഇസ് 84. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 85ലേക്ക് കിടക്കാം. വീണ്ടും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A screw gauge has a least count of 0.01 millimeter. Least count 0.01 ആണ്. And it has 50 divisions on its circular scale. The pitch of the screw gauge. നമുക്കറിയാം ഒരു സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ടിന്റെ എക്സ്പ്രഷൻ എന്താണ്? It is pitch divided by number of divisions in the circular scale. ശരിയല്ലേ? അതായത് നമ്മുടെ പിച്ച് നമ്മൾ ഒരു തവണ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് n ഡിവിഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
the screw head moves forward by 1 pitch. അപ്പോൾ നമുക്ക് least count ഇങ്ങനെ പറയാം, or pitch is equal to number of divisions in the circular scale into least count. Number of divisions എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 50 divisions എന്ന് തന്നിട്ടുണ്ട്. least count എത്രയാണ്, 0.01 millimeter. 50 into 0.01 എത്രയാണ്, 0.5 millimeter. ശരിയല്ലേ, 0.5 millimeter, option 3. Okay, that is question number 85, option 3. ഇനി നമുക്ക് 86ലേക്ക് കടക്കാം. The energy required to break one bond in DNA is 10 raised to minus 20 joules. This value in electron volt is nearly. അപ്പോൾ നമ്മൾ തൽക്കാലം DNA കുറിച്ചൊന്നും നമ്മുടെ ആലോചിക്കുന്നില്ല, നമുക്ക് എനർജി മാത്രം നോക്കിയാൽ മതി അല്ലേ. എനർജി എത്രയാണ്, ഇറ്റ് ഈസ് 10 raised to minus 20 joules. ഇതിനെ എങ്ങനെയാണ് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക? 1 joule is 1 by 1.6 into 10 raised to minus 19 electron volt. Because 1 electron volt is 1.6 into 10 raised to minus 19 joules. അപ്പോൾ E is equal to 10 raised to minus 20 divided by 1.6 into 10 raised to minus 19 electron volt എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, നമുക്ക് കിട്ടുക 0.06 ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ വരുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ അല്ല, ജസ്റ്റ് എനർജി തമ്മിലുള്ള കൺവേർഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് എന്താണ്, ദി കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ബിലോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ബാൻഡ് യെല്ലോ, വയലറ്റ്, ബ്രൗൺ ആൻഡ് ഗോൾഡ്. ഡയറക്റ്റ് ഇക്വേഷൻ അല്ലേ? യെസ്, നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് അറിയാം. യെല്ലോ എന്ന് പറയുന്ന ഫസ്റ്റ് ഡിജിറ്റ് ഏത് നമ്പറിനെ കാണിക്കുന്നത്? യെല്ലോ, ഇറ്റ് റെപ്രസെന്റ്സ് 4. അടുത്ത ഏതാണ്? വയലറ്റ്, സെക്കൻഡ് ഡിജിറ്റ് അപ്പോൾ ഏതാണ്? 7. വയലറ്റ് റെപ്രസെന്റ് 7, നിങ്ങൾക്കറിയാം. അടുത്തത് ബ്രൗൺ. ബ്രൗൺ മൾട്ടിപ്ലയർ ആണല്ലേ, അപ്പോൾ ബ്രൗൺ ഏതിനെയാണ് കാണിക്കുന്നത്? 10 raised to 1. ശരിയാണോ? അതുപോലെ അടുത്തത് ടോളറൻസിനെ കാണിക്കുന്ന ഗോൾഡ് ആണ്. ഗോൾഡ് എത്രയാണ് കാണിക്കുന്നത് ടോളറൻസ്? ±5%. എറർ ലിമിറ്റ് 5% നിൽക്കും. അപ്പോൾ 47 into 10 raised to 1 ±5%. അതായത് 470 ohm ±5%. 470 ohm ±5%. ഏതാണ്? ഓപ്ഷൻ 4. ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇനി 88ലേക്ക് വരാം. Assume that light of wavelength 600 nanometer is coming from a star. The limit of resolution of the telescope whose objective has a diameter of 2 meter. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് അറിയാം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? തീറ്റ is equal to 1.22 lambda divided by d, where d is the diameter of the objective. ഓക്കെ, അപ്പർച്ചർ നമ്മൾ പറയാം അല്ലേ. 1.22 ലാംഡ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ഇറ്റ് ഇസ് 3.66 into 10 raised to minus 7 radians. Okay, smallest angular separation that can be resolved using this telescope. 88 direct question ആണല്ലേ. Yes. 89. The increase in width of the depletion region in a PN junction diode is due to forward bias only, reverse bias only, both forward and reverse bias, increase in forward current. നമുക്കറിയാം, ഒരു ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്താൽ അവിടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയുകയാണ് ചെയ്യുന്നത്. ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് കൂടുന്ന ഏത് കേസിലാണ്? ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് തിയറി ബേസ്ഡ് കൺസെപ്റ്റ് ആണ്, റിവേഴ്സ് ബയാസ് ഓൺലി. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 89, ഓപ്ഷൻ 2. ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമ്മൾ കിടക്കാം. The energy equivalent of 0.5 gram of a substance. അപ്പോൾ ഇവിടെ മാസ് എനർജി റിലേഷൻ, ഐൻസ്റ്റൈൻസ് മാസ് എനർജി റിലേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏത് റിലേഷൻ ആണ്? E is equal to mc². ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡയറക്റ്റ് വാല്യൂസ് ആണ്. മാസ് എത്രയാണ്? 0.5 gram. 0.5 gram ആണ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ into 10 raised to minus 3 kilogram into c². സിയുടെ വാല്യൂ എത്രയാണ്? 3 into 10 raised to 8. നമ്മൾ സ്ക്വയർ ചെയ്താൽ 9 into 10 raised to 16. ഓക്കെ, നമുക്ക് ഏതാണ് വാല്യൂ വരിക ഈ ഒരു കേസിൽ? ഇറ്റ് ഈസ് 4.5 into 10 raised to 13 joules. 4.5 into 10 raised to 13 joule. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ മാസ് എനർജി റിലേഷനൊക്കെ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ അതോടുകൂടി ഈ പറയുന്ന ഡിസ്കഷൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എക്സാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ റിസൾട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, യു ഗേവ് യുവർ ബെസ്റ്റ്. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇനി റിസൾട്ടൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും. ഓക്കെ, നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം സ്റ്റോപ്പ് വറിയിങ്. ഇനി നിങ്ങൾക്ക് റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.